റോഷിപാൽ, ഇന്നത്തെ രണ്ട് വാർത്താ സമ്മേളനങ്ങൾ, രണ്ട് സമുദായ നേതാക്കളുടെ വാർത്താ സമ്മേളനങ്ങൾ. ആദ്യം വെള്ളാപ്പള്ളി വാർത്താ സമ്മേളനം നടത്തുന്നു, തൊട്ടു പിന്നാലെ ജി സുകുമാരൻ നായർ വാർത്താ സമ്മേളനം നടത്തുന്നു. പക്ഷേ രണ്ടുപേരുടെയും പ്രതികരണങ്ങളിൽ പൊതുവായി കാണുന്ന ഒരു കാര്യം, രണ്ടുപേരും പ്രതിപക്ഷ നേതാവിനെതിരാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി വെള്ളാപ്പള്ളി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നു. അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് സുകുമാരൻ നായരും പ്രതിപക്ഷ നേതാവിനെ എതിരെ രംഗത്ത് വരികയാണ്. ഈ വാർത്താ സമ്മേളനങ്ങൾ സതീശിനെതിരായ പടയൊരുക്കം എന്ന രൂപത്തിൽ തന്നെ കാണേണ്ടി വരില്ലേ? സ്മൃതി, ഇത് പ്രതിപക്ഷ നേതാവ് UDF നയിക്കുന്ന VD സതീശനെതിരെയുള്ള പടയൊരുക്കം മാത്രമാണോ എന്ന ചോദ്യമാണ്. കാരണം UDF ഒളിയമ്പുകളുണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെതിരെയുള്ള ഒളിയമ്പുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടിനെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വെള്ളാപ്പള്ളി നടേശൻ ശക്തമായി വിമർശിക്കുന്നുണ്ട്. എവിടേക്കാണ് ഇവർ പോകുന്നത് എന്ന ഒരു ചോദ്യം. അതിനപ്പുറത്ത് ഇങ്ങനെ രണ്ട് പ്രബല സമുദായങ്ങൾ കൈകോർക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ ഈ രണ്ട് സമുദായങ്ങളും കൂടെ ഒത്തുചേർന്നാൽ അതൊരു സമ്മർദ്ദ ശക്തിയായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരുപക്ഷെ ഏഴര പതിറ്റാണ്ട് മുമ്പ് കേരളത്തിൽ രൂപം കൊണ്ട NSS-NDP ഐക്യം ഹിന്ദു മഹാമണ്ഡലത്തിന്റെ ചരിത്രം ഓർമ്മിപ്പിക്കുന്ന വിധത്തിലാണ് ഇരു സംഘടനകളും കൈകോർക്കാൻ തയ്യാറെടുക്കുന്നത്. ഇത് കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. രണ്ട് സംഘടനാ നേതാക്കളും സമുദായ സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനാകട്ടെ ഒപ്പം സുകുമാരൻ നായരാകട്ടെ രണ്ടുപേരും VD സതീശനെതിരെ വിമർശനം ഉന്നയിക്കാൻ പ്രധാനപ്പെട്ട കാരണം സമുദായ സംഘടനകൾക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തുന്നു എന്നത് മാത്രമായിരിക്കും. കാരണം തുടർച്ചയായി സമുദായ സംഘടനകൾക്കെതിരെ സംസാരിക്കുന്ന നേതാവ് കൂടിയാണ് VD സതീശൻ. അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും സമുദായ സംഘടനകളെ നേരിട്ട് സമീപിക്കാൻ VD സതീശൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ആ വിമർശനം. അതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു ചർച്ചയാക്കി ഇപ്പോൾ മാറ്റുമ്പോൾ ആർക്കാണ് ഇതിന്റെ ബെനിഫിറ്റ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തെരഞ്ഞെടുപ്പിൽ ആർക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും എന്നതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. BJPക്കെതിരെയും വിമർശനം ഉയർത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനമില്ല. പിണറായി വിജയനെ സ്നേഹത്തോടെ ചേർത്ത് നിർത്താനാണ് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ശ്രമിക്കുന്നത്. ചില നേതാക്കളെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ BJPയിലാകട്ടെ സുരേഷ് ഗോപി എടുത്തു പറയുന്നുണ്ട്. സുരേഷ് ഗോപി ജനിച്ച് ഇത്ര വർഷമായിട്ടും NSS ആസ്ഥാനത്ത് വന്നിട്ടില്ല, വന്നത് എപ്പോഴായിരുന്നു എന്നും അങ്ങനെ വന്നാൽ എന്താണ് നിലപാട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് അസുഖബാധിതനായി ആശുപത്രിയിൽ കിടന്നപ്പോൾ വന്നതിനെ കുറിച്ച് ഓർമ്മിക്കുന്നു. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞനുസരിച്ചാണെങ്കിൽ അദ്ദേഹം പോയിട്ടുണ്ട്, അത് അദ്ദേഹം പരാമർശിക്കുന്നേയില്ല. ഈ രൂപത്തിലാണ് പ്രതികരണങ്ങൾ പോകുന്നത്. കോൺഗ്രസിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ മുഴുവനായി അടച്ചാക്ഷേപിക്കുന്നില്ല. രമേശ് ചെന്നിത്തലയെ ആഗോളം പുകഴ്ത്തുന്നുണ്ട്. ഇനി ഇവിടെ മുഖ്യമന്ത്രിയാകാൻ ഇവിടെ ആരും യോഗ്യനല്ല എന്നുകൂടി പറഞ്ഞ ശേഷം പുറത്തുനിന്ന് വരേണ്ടി വരും എന്ന KC വേണുഗോപാലിനെയാണോ പിന്തുണയ്ക്കുന്നത് എന്ന് സംശയിക്കുന്ന ഒരു പ്രതികരണം കൂടിയാണ് ഇപ്പോൾ സുകുമാരൻ നായർ നടത്തിയിട്ടുള്ള റോഷിപാൽ. സ്മൃതി, അതൊരു യാഥാർത്ഥ്യമാണ്. ഒന്ന്, രമേശ് ചെന്നിത്തലയെ സ്നേഹത്തോടെ പുകഴ്ത്തുമ്പോഴും അപ്പുറത്ത് KC വേണുഗോപാൽ എന്ന നേതാവിനെ കോൺഗ്രസിന്റെ AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ ചേർത്ത് നിർത്താനുള്ള ഒരു നീക്കവും ഉണ്ടായിട്ടുണ്ട്. ഇവരൊന്നും മുഖ്യമന്ത്രിയാകാൻ യോഗ്യരല്ലെന്ന് പറയുന്നു. അതിനൊപ്പം രമേശ് ചെന്നിത്തല അവഗണിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴും KC വേണുഗോപാലിനെ രണ്ടുപേരും പറയുന്നുണ്ട്, രണ്ടുപേരും പ്രശംസിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇനി എന്താണ് ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ, ഈ പടപ്പുറപ്പാടിന് പിന്നിൽ എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ വരും മണിക്കൂറുകളിൽ അത് വ്യക്തമാകും. ഇത് കോൺഗ്രസിനകത്തെ വിഭാഗീയതയുടെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ ഇത് മറ്റൊരു തരത്തിൽ ഇത് LDF അനുകൂലമായിട്ടാണോ ഇങ്ങനെ ഒരു പടപ്പുറപ്പാട് എന്നതാണ് പ്രധാന ചോദ്യം. കാരണം രമേശ് ചെന്നിത്തല KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുന്നു. ഒന്ന്, മറുഭാഗത്ത് സമ്മർദ്ദ ശക്തിയാകാനുള്ള ശ്രമമുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു ഐക്യമാണ് വെള്ളാപ്പള്ളി നടേശൻ ആഹ്വാനം ചെയ്തത്. നേരത്തെ ഉള്ളതുപോലെയല്ല, നസ്രാണി വരെ എന്ന നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുള്ള ഒരു സമുദായ ഐക്യമാണ് ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ ഒരു സമുദായ ഐക്യം ഉണ്ടാക്കുന്നതിലൂടെ മാത്രവുമല്ല, അതിൽ തന്നെ ഒരു വിവാദ പരാമർശം കൂടി വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. ഈ ക്രൈസ്തവ സമൂഹം ഭയപ്പെട്ട, മുസ്ലിം സമുദായത്തെ ഭയപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നുള്ള ഒരു പരാമർശം കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതിനോട് ക്രൈസ്തവ സമൂഹം, സഭകൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സമുദായ ഐക്യം കേരളത്തിൽ രൂപപ്പെടുമ്പോൾ അതിനൊപ്പം ക്രൈസ്തവ സഭകളും ചേരുമോ എന്നത് പ്രധാനമാണ്. അതിനൊപ്പം ഇത് സമദൂര സിദ്ധാന്തം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നിലപാടെടുക്കുന്നതെന്ന് NSS പറയുന്നുണ്ട്. ഏതായാലും SNDP യോഗം വിശദമായി ചർച്ച ചെയ്ത് തീരുമാനം പറഞ്ഞാൽ അതിനുശേഷം NSS തീരുമാനിക്കുമെന്ന് സുകുമാരൻ നായർ പറയുന്നു. പക്ഷേ വ്യക്തിപരമായി അനിവാര്യത, ഈ സമുദായ ഐക്യത്തിന്റെ അനിവാര്യത സുകുമാരൻ നായർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. ഏതായാലും ആർക്ക് വേണ്ടി ആർക്ക് ഗുണം ചെയ്യും ഈ സമുദായ ഐക്യം എന്നത് യഥാർത്ഥത്തിൽ VD സതീശന് ദോഷമാണോ ചെയ്യുക, ഗുണമാണോ ചെയ്യുക, നമുക്ക് കാത്തിരിക്കാം. ഇനി വരുന്ന തുടർ പ്രതികരണങ്ങൾ ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്.